ഹലോ എവരിവൺ, കോഡ് മന്ത്രിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് കെയർ ഡാറ്റ ടൈപ്പ് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ ഡാറ്റ ടൈപ്പായിട്ടുള്ള ബൂലിയൻ എന്താണെന്ന് നോക്കാം. ബൂലിയൻ ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പായ ബൂലിയന് രണ്ട് വാല്യൂസാണ് ഹോൾഡ് ചെയ്യാൻ കഴിയുക, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്താണ്. അതായത് ഇഫ് എൽസ് അങ്ങനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത്, അതുപോലെ ലൂപ്സ് ആയിട്ടുള്ള വൈൽ, ഫോർ അങ്ങനെയുള്ള ലൂപ്സിനകത്ത്, അതുപോലെ സ്വിച്ച് കേസ്, ഇതിനകത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ബൂലിയൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ലൂപ്സ് എന്താണ്, സ്വിച്ച് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇത് സ്റ്റോർ ചെയ്യുക, അതായത് ഈ ബൂലിയൻ വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂലിയൻ എടുക്കുന്നത് ഒരു ബൈറ്റ് മെമ്മറിയാണ്, അതായത് 8 ബിറ്റ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് എങ്ങനെയാണ്: ബൂലിയൻ സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ദെൻ സെമിക്കോളൻ. ഉദാഹരണത്തിന് ബൂലിയൻ ഈസ് ജാവ ഫൺ ഈക്വൽ ടു ട്രൂ, അതായത് ഈസ് ജാവ ഫൺ എന്നുള്ള വേരിയബിളിന് നമ്മൾ ട്രൂ എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബൂലിയൻ ഈസ് ജാവ ഫൺ ഈക്വൽ ടു ട്രൂ, അതായത് ഈസ് ജാവ ഫൺ എന്നുള്ള വേരിയബിൾ നമ്മൾ ട്രൂ എന്ന വാല്യൂ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈസ് ജാവ ഫൺ എന്നുള്ള വേരിയബിൾ ട്രൂ ആണോ എന്നാണ്. ഈ വേരിയബിളിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഈ കേളി ബ്രേസസിനകത്ത് വരുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് യെസ് ജാവ ഈസ് ഫൺ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി അതല്ല ഇതിൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ നോ ജാവ ഈസ് നോട്ട് ഫൺ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ഡെമോ നോക്കാം. അതിനായിട്ട് എല്ലാവരും ഇൻ്റലിജ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് കോഡ് എഡിറ്ററാണോ ഉള്ളത് അത് ഓപ്പൺ ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇതിൻ്റെ പേര് ബൂലിയൻ ഡെമോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മുടെ ബൂലിയൻ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ബൂലിയൻ ഈസ് ജാവ ഫൺ ഈക്വൽ ടു ട്രൂ. ഇതിനുള്ള ട്രൂ എന്ന വാല്യൂ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, അതായത് ഈസ് ജാവ ഫൺ ട്രൂ ആണെങ്കിൽ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഇപ്പോൾ ഇതിനർത്ഥം ഈസ് ജാവ ഫൺ എന്നുള്ള വേരിയബിൾ ട്രൂ ആണെങ്കിൽ ഈ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഇനി നമുക്കിവിടെ എൽസ്, അതായത് ഫോൾസ് ആണ് ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ടു ഫോൾസ് എന്നോ അല്ലെങ്കിൽ ഈക്വൽ ടു ട്രൂ എന്നോ കൊടുക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ ട്രൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈസ് ജാവ ഫൺ എന്ന് മാത്രം, അതായത് വേരിയബിളിൻ്റെ പേര് മാത്രം കൊടുക്കുന്നു. ഇനി ഇത് ട്രൂ ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം? യെസ് ജാവ ഈസ് ഫൺ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇനി ഇത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ നോ ജാവ ഈസ് നോട്ട് ഫൺ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ യെസ് ജാവ ഈസ് ഫൺ എന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ വാല്യൂ ട്രൂ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ഫോൾസ് കൊടുത്ത് നോക്കാം. ഫോൾസ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവണം? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫെയിലാവും. അതിന് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണിത് ഫെയിലായിട്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും? താഴെ കാണുന്ന എൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. ജാവ ഈസ് നോട്ട് ഫൺ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 1-2 കോഡിങ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതും വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ യൂസ് കേസസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇഫ് എൽസ് കണ്ടീഷൻ, അതുപോലെ ലൂപ്സ്, അതായത് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പിനകത്ത്, അതുപോലെ സ്വിച്ച് കേസസിനകത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ബൂലിയൻ ഡാറ്റ ടൈപ്പിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്ത് നോക്കാം നമ്മളിത് വരെ നോക്കിയ കാര്യങ്ങൾ. അപ്പോൾ ബൂലിയന് വെറും 2 വാല്യൂസാണ് ഹോൾഡ് ചെയ്യുക, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തത് കണ്ടീഷണൽ ചെക്സിന് വേണ്ടിയിട്ട്, അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 8 പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ചില വീഡിയോസിൽ ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മളെങ്ങനെ ഒരു വേരിയബിളിനെ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും, ആ കൺവേർഷനെ കുറിച്ച് നമ്മൾ ചില വീഡിയോസിൽ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ടൈപ്പ് കാസ്റ്റിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ചാലഞ്ചസിനെ കുറിച്ചെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ക്യൂസ് അല്ല, ഇതിൻ്റെ ചില കോഡിങ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.